ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് അത് പ്രത്യേകിച്ച് ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായി യോജിക്കാനേ സാധിക്കില്ല. ഇന്നിപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ട്. പക്ഷെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയാണ് അവർക്ക് പഴയ നിലപാടൊന്നുമില്ല, അവർ മതരാഷ്ട്രവാദമൊക്കെ വിട്ടു. അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. അത് 2019 അവർ പറഞ്ഞ കാരണം അതാണ്. ഇന്നലെ വരെ ഞങ്ങൾ പിന്തുടർന്ന മാർഗങ്ങളിലൂടെ ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ അവസ്ഥ മാറി, രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നു. അപ്പം അതിനെ പുറത്ത് ആക്കണമെങ്കിൽ അത് കോൺഗ്രസിനെ കൊണ്ടേ കഴിയൂ, അല്ല LDF വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF കേരളത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അതല്ലാതെ അതിനപ്പുറം ഇപ്പം പറയുന്ന ഒരു ചർച്ചയും ഇപ്പോൾ നേരത്തെ പത്രസമ്മേളനത്തിൽ ചോദിച്ചാൽ അസോസിയേറ്റ് അംഗം അങ്ങനെ ഒരു ചർച്ചയും നടന്നില്ല. അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവരുടെ വോട്ട് സ്വീകരിക്കുന്നു. സാധാരണഗതിയിൽ വോട്ട് സ്വീകരിക്കുമ്പോൾ പറയാറുള്ളത് തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാറില്ല. അത് ഇവിടെയും അവിടെ സ്വാഭാവികമായ അങ്ങനെ പറയാവുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. VD സതീശൻ പറഞ്ഞു അവർ നന്നായി, ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു. അങ്ങനെ ഓപ്പണായി ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തെക്കൻ ജില്ലയിലൊക്കെ അവരെ പഴയ നിലപാട് മാറ്റി എന്നുള്ളതായിരിക്കും അത് ഉദ്ദേശിക്കുക. ഞാനിപ്പോൾ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പഴയ 2019 വരെയുള്ള നിലപാടിൽ നിന്നും അവർ മാറിയതുകൊണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നല്ല, അവരുടെ തന്ത്രങ്ങൾ മാറ്റി. ഇവിടെ നമ്മൾ നോക്കുന്ന വെൽഫെയർ പാർട്ടിയാണ്. ഒരു വ്യത്യാസമുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയിലെല്ലാം അറിയാലോ മറ്റേ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവർ മാത്രമേ കാണൂ. പക്ഷേ വെൽഫെയർ പാർട്ടിയിലെ എല്ലാ സമുദായക്കാരും ഉണ്ട്. ദളിത് വിഭാഗങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ വളരെ പ്രസക്തമായൊരു വിമർശനമുണ്ട്. ഒരു RSS എന്ന് പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനിടയിൽ RSS ആണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ നയം മാറ്റിയാൽ RSS സ്വീകരിക്കും. RSS ഞങ്ങൾ തൽക്കാലത്തേക്ക് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഐഡിയോളജി മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞ RSS ഒരിക്കലും അവരുടെ തുടക്കം മുതൽക്ക് ഇന്ന് വരെ അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ മത്സരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടായില്ല. അവരുടെ ഒരു സങ്കുചിത മനസ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ അറിയാം, ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് അവർ എടുത്തിരിക്കുന്നു. കേരളത്തിന് പുറത്ത് ക്രൈസ്തവർക്കെതിരായിട്ടും സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുന്നോക്ക വോട്ടിൻ്റെ കൂടെ അല്ല ഹിന്ദു വോട്ടിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ടും കൂടി ഉണ്ടെങ്കിൽ ജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ക്രൈസ്തവരോട് ഇവിടെ സ്നേഹം കാണിക്കുന്നത്. പക്ഷേ മണിപ്പൂർ അതില്ല, ഒഡീസയിലില്ല, ജബൽപൂരിലില്ല. അപ്പോൾ RSSൻ്റെ സമീപനം എന്ന് പറയുന്നത് ഇപ്പോഴും അവർ ഹിന്ദു രാഷ്ട്രം എന്നാണ് അവരുടെ മനസ്സ്. പക്ഷേ അതേ സമയത്ത് അവർക്ക് സവർണ ചിന്താഗതികളുമുണ്ട്. ഈ വെൽഫെയർ പാർട്ടി PDPയുടെയും രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ച. PDP LDF പിന്തുണയ്ക്കുന്നു, വെൽഫെയർ പാർട്ടി UDF പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇത് പരസ്പരം ആരോപിക്കുന്നത് PDP വർഗീയ പാർട്ടിയാണെന്ന് UDF തിരിച്ച് വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന്. ഇതിൽ ആരാണ് വർഗീയ പാർട്ടി? PDPനെ അങ്ങനെ ഞങ്ങളൊരു വർഗീയ പാർട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മുമ്പ് മദനിയുടെ പ്രസംഗം വളരെ പ്രകോപനപരമായിട്ടുണ്ടായിരുന്നു. അന്ന് അവരെ ഏറ്റവും കൂടുതൽ എതിർത്ത കോൺഗ്രസിനെയാണ്. മദനിയുടെ അന്നത്തെ പ്രസംഗം അന്ന് കരുണാകരൻ സർക്കാരിനെതിരായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു പ്രചരണം മുഴുവൻ. ഇപ്പോൾ ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ ഉണ്ടായി. അന്ന് ഈ തീവ്ര പ്രസംഗം നടത്തുന്ന മദനി പരസ്യമായിട്ട് മറ്റേ LDF സഹായിച്ചു. ഗുരുവായൂർ വന്നപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി, എതിർത്ത മുഴുവൻ UDF. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് മദനീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അന്ന് സംസ്ഥാനത്ത് LDF സർക്കാർ കൊണ്ടുവന്ന പ്രമേയം നിയമസഭയിൽ ഞങ്ങളും കൂടെ ചേർന്ന് യുനാനിമസായിട്ട് പാസ്സാക്കി കൊടുത്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് LDFനോടൊപ്പമാണ്. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് PDP കൊടുത്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ പറ്റി പറയുമ്പോൾ ഇവരുടെ പഴയ നിലപാട് എന്തായെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഈ നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണല്ലോ. ഇപ്പോൾ പാർട്ടിക്കാണെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ട ശേഷം ക്രൈസ്തവർ കുറച്ച് അകലം പാലിക്കുന്നതും തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റിനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിന്ന് കൊണ്ടുവരുന്നത്. അത് ഗുണം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്തായാലും ഈ കമ്മ്യൂണിറ്റിയിൽ വിടവുണ്ടാക്കാനാണ് ഇപ്പോൾ BJP നോക്കുന്നത്. ഇപ്പോൾ BJPയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം എല്ലാ കേരള കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ലിസ്റ്റിലില്ല.
കഴിഞ്ഞ തവണ ഇവിടെ ലോക്സഭയിൽ നിന്ന നവ്യ ഹരിദാസ് ഏതാണ്ട് 17,000-ൽ പരം വോട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ് നിർത്തുന്നതിന് പകരം മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാളെ നിർത്തി. ഇപ്പം അവരെ വർക്ക് മുഴുവൻ ക്രിസ്ത്യൻ ബെൽറ്റിലാണ്. നിങ്ങളുടെ സമുദായത്തിലെ ഒരാളെ ആക്കിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അതേ സമയത്ത് ഇവരുടെ പരമ്പരാഗത വോട്ട് ഇവർക്ക് കുറച്ച് വോട്ട് കൂടി ഉണ്ടല്ലോ, ഒരു 10,000 വോട്ടുണ്ട് ഇവരുടെ. ആ വോട്ടിലേക്ക് ഒന്നും ഇവർ കണ്ണുവെക്കുന്നില്ല. ഒരിടത്തും പൊതുവായിട്ട് സ്ക്വാഡ് പ്രവർത്തനമില്ല. ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥി പര്യടനം കണ്ടു മുത്തേടം പഞ്ചായത്തിൽ. അവിടെ വളരെ ശുഷ്കമാണ്, ആരുമില്ല. സ്ഥാനാർത്ഥിയുണ്ട്, വണ്ടിയിൽ 2 പേരുണ്ട്, മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതല്ലാതെ ഒരു സ്വീകരണ പോയിന്റ് പോലും അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ആർക്കാ ഗുണം ചെയ്യുക? അങ്ങനെ ഒരു നിശബ്ദത. അത് LDF-നുള്ള ഒരു വോട്ടാണ്, അത് മാറും. അത് LDF-നാണ്. പക്ഷേ അത് ഞങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ അവർ ക്രിസ്ത്യൻ വോട്ട് പിടിച്ചാൽ അത് UDF-നല്ലേ ബാധിക്കും. അങ്ങനെ വോട്ട് പിടിക്കാനവർക്ക് കഴിയില്ല. അവരെന്തൊക്കെ പ്രചരണം നടത്തിയാലും അങ്ങനെ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയില്ല. ഈ മുനമ്പം വിഷയം സജീവമാക്കുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്രൈസ്തവ സമൂഹത്തിന് ഒപ്പമുണ്ടെന്ന ഒരു സന്ദേശം നൽകുക കൂടിയല്ലേ BJP ചെയ്യുന്നത്? അല്ല, അവരെന്ത് ചെയ്താലും അവർ കേരളത്തിന് പുറത്ത് നടത്തുന്ന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അറിയാവുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം. തൃശ്ശൂർ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വോട്ടിൽ കുറച്ച് ചോർച്ചയുണ്ടായത്. എന്നാൽ 19 നിയോജകമണ്ഡലങ്ങൾ അതുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ കോട്ടയത്ത് ജയിക്കില്ലല്ലോ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിലൊക്കെ UDF ജയിച്ചത് ക്രൈസ്തവ സമൂഹം ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ തൃശ്ശൂരിൽ മാത്രം അതിലൊരു വിള്ളലുണ്ടായി, ചെറിയൊരു വോട്ട് പോയി. പക്ഷേ ആ ചെറിയ വോട്ടും കോൺഗ്രസിന് ക്ഷീണമാണ്. അതുകൊണ്ട് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇനിയൊരു കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മുനമ്പ വിഷയത്തിൽ കുറച്ചൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കിരൺ റിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ ആ തെറ്റിദ്ധാരണ അവർക്ക് മാറിയിട്ടുണ്ട്.